ഇപ്പം എന്റെ പ്രൊഫഷന്റെ ഒരു പ്രത്യേകതയും കൂടെ അതാണ്. ഒരുപാട് പ്രൊഫഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു കുറ്റവും ശിക്ഷയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ പല സമയത്തും പോലീസ് ഓഫീസേഴ്സിന്റെ അരഗൻസിനെ പറ്റിയൊക്കെ നമ്മൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ചാനലിലും ബ്ലോഗിങ്ങിലൂടെയൊക്കെ പറയാനുണ്ട്. പക്ഷെ ഇവരനുഭവിക്കുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. പോലീസ് വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് 5-6 ക്യാരക്ടർ സിനിമകളിൽ ചെയ്യും. എനിക്ക് ശരി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഈ പോലീസ് വേഷം ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. നമ്മള് അതാ നമ്മള് സിനിമയിൽ കാണുന്ന പോലീസ് ഓഫീസർ, സിനിമയിൽ കാണുന്ന പോലീസ് ഓഫീസർ മസ്കുലറാണ്. ഭയങ്കര സൈസ് ഉണ്ട്, പൗരുഷത്തിന്റെ പര്യായമായിരിക്കും പോലീസ് എപ്പോഴും നമുക്ക്. അപ്പൊ ഞാനിത് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പോലീസ് ഓഫീസറായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് എന്റെ വലിപ്പം, എന്റെ ലുക്സിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഞാൻ എന്റെ എവറിഡേ ലൈഫിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ഒരു പോലീസുകാരനും യൂണിഫോം മാറ്റിയിട്ട് കഴിഞ്ഞാൽ പോലീസുകാരനാണെന്ന് തോന്നില്ല. ഇപ്പൊ കൂമൻ ചെയ്യുന്ന സമയത്ത് ഈ ഗിരി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കോംപ്ലക്സ് തന്നെ അതാണ്. ഞാൻ യൂണിഫോമിൽ വരുമ്പോൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലാത്തപ്പോ എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ ആ ലുക്ക് അതാണ് ശരിക്കും നമ്മളെയൊക്കെ റിയൽ പോലീസുകാർക്കുള്ളത് സിനിമയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്ന് റിയലൈസ് ചെയ്ത സമയത്താണ് ഞാൻ പോലീസ് വേഷം ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് സിബി തോമസ് എന്ന് പറഞ്ഞ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്. സിബി സാർ എന്റെ അടുത്ത് കുറ്റവും ശിക്ഷയും പറയുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് രാജീവ് രവി എന്നെ ഒരു സിനിമയ്ക്ക് വിളിക്കുന്നു എന്നുള്ളത് ഞാൻ റിയലൈസ് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണത്. നമ്മുടെ പ്രേക്ഷകർ അങ്ങനെ എടുത്തിട്ടില്ല സിനിമ. തിയേറ്റർ എന്റർടൈനർ റിയലിസ്റ്റിക് ആയതൊരു നമുക്കൊരു സങ്കടം തോന്നും. അവസാനം ഇത്രമേൽ അധ്വാനിച്ച പോലീസുകാര് എല്ലാവരും മറന്നു പോകുന്നു, അവരുടെ അടുത്ത ജോലിയിലേക്ക് പോകും. നല്ല പെയിൻ എടുത്ത് ചെയ്തൊരു സിനിമയാണ്. ഇപ്പം എന്റെ പ്രൊഫഷന്റെ ഒരു പ്രത്യേകതയും കൂടെ അതാണ്. ഒരുപാട് പ്രൊഫഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു കുറ്റവും ശിക്ഷയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ പല സമയത്തും പോലീസ് ഓഫീസേഴ്സിന്റെ അരഗൻസിനെ പറ്റിയൊക്കെ നമ്മൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ചാനലിലും ബ്ലോഗിങ്ങിലൂടെയൊക്കെ പറയാനുണ്ട്. പക്ഷെ ഇവരനുഭവിക്കുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. അത് എന്റെ അടുത്ത് സിബി സാർ ഈ ക്യാരക്ടറിനെ പറ്റി സാജൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്, സാജനെ പറ്റിയിട്ട് എന്റെ അടുത്ത് പറയുമ്പോ നമുക്കിങ്ങനെ ഇത്രയും ട്രോമയെ കൂടെ കടന്നുപോയ ഒരാൾ ഇപ്പോഴും സർവീസിൽ നിൽക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. അത്രയും എക്സ്പീരിയൻസസ് ഒരു പോലീസുകാരന് പറയാനുണ്ടാവും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഡിഫറെന്റ് വേർഷൻസ് ആണ്, പോലീസിന്റെ ഡിഫറെന്റ് വേർഷൻസ് ആണ്. അതായത് ഇങ്ങനെ എന്റെ ശരീരത്തിൽ എനിക്ക് അങ്ങനെ ഒരു പോലീസുകാരനാകാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഇന്ന് കംപ്ലീറ്റ് പോയി, എടുത്ത് കളഞ്ഞു. അത് എടുത്ത് കളഞ്ഞതിന്റെ കാര്യവും ഞാൻ എഗെയിൻ സിബി സാറിനെയൊക്കെ തന്നെ, സിബി സാറിനെ നമുക്ക് ഞാൻ അദ്ദേഹത്തിനൊരു എന്താ പറയാ, അതിന് ബോഡി ഷേമിങ് ഒന്നും അല്ല. പക്ഷെ സിബി സാറിനെ ഇതുപോലെ തന്നെയാണ്. സാറിന് നമുക്ക് ഒരിക്കലും സാറ് ഒരു നോർമൽ പാന്റും ഷർട്ടും ഇട്ട് നമ്മുടെ ലൊക്കേഷനിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന പരിചയമുള്ള ആരോ ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. ഭയങ്കര രസമുള്ളൊരു ഇൻസിഡന്റ് ഉണ്ട്. ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ ഇതുപോലെ സിബി സാറിന്റെ വീട്ടിൽ ഒരു പ്രാവശ്യം ലഞ്ചിന് പോയിട്ട്, അപ്പൊ ലഞ്ചിന് ചെല്ലുമ്പോ സിബി സാറിന്റെ സാറുണ്ട്, വൈഫുണ്ട്, കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞാൻ കൈ കഴുകാനായിട്ട് ഈ വാഷ്റൂമിലേക്ക് നടന്നിങ്ങനെ കയറുക. അപ്പൊ സിബി സാർ എന്റെ കൂടെ ഒരു ഗ്രഹനാഥനെ പോലെ, ഒരു സാധാരണ പച്ച മനുഷ്യനെ പോലെ എന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ബാത്റൂമിന്റെ ഡോർ തുറന്ന് വാഷ് ബേസിന്റെ അകത്തേക്ക് പോവാണ്. അപ്പൊ ഞാൻ കാൽ ബാത്റൂമിൽ വെക്കാൻ പോകുമ്പോ ചെരുപ്പ് ഇട്ടിട്ട് കേറാൻ വേണ്ടിയിട്ട് അവിടെ ചെരുപ്പുണ്ട്. അപ്പൊ അത് ഇട്ടോന്ന് പറയാൻ വേണ്ടിയിട്ട് സിബി സാർ പെട്ടെന്ന് എന്നെ ഇങ്ങനെ ഒന്ന് പിടിച്ചു. അതാ പോലീസുകാരന്റെ പിടുത്തമായിരുന്നു. അത്രയും നേരം ഞാൻ കണ്ട ഗ്രഹനാഥൻ മാറി. നമ്മൾ സ്കെച്ച് ചെയ്ത് വെച്ച അതെ പോലീസുകാരെ പൊക്കുക എന്ന് പറയില്ലേ, ആ പൊക്കൻ എന്നെ ഇങ്ങനെ പിടിച്ചപ്പോ ഞാൻ ചെരുപ്പ് ബോഡി അങ്ങോട്ടേക്ക് ശരിക്കും അതാണ് അറിയാത്ത ചെരുപ്പിലേക്ക് ഇങ്ങനെ കയറുന്നു. അപ്പൊ ആ ഒരു ഡീറ്റെയിലിംഗ് ആണ്. അതായത് പോലീസുകാർ യൂണിഫോം ഇടുന്നതിന്റെ കൂടെ അവരും ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതിൽ വലിയൊരു വ്യത്യാസമാണ്. കാരണം അത്രയും പോലീസ് വേഷങ്ങളിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തൊരു ആക്ടറായി സമീപകാലത്ത് ആസിഫ് അലി അങ്ങനെയും ജഡ്ജ് ചെയ്യാൻ പറ്റും. എഗെയിൻ ഞാനിപ്പോ ലാസ്റ്റ് ചെയ്തത് ടിക്കിറ്റാക്ക എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. ഞാൻ എന്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ പറയാം. ഏറ്റവും സമയമെടുത്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പൊ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് തിയേറ്റർ എന്റർടൈനർ, ഒരു മാസ് ഇടിപ്പടം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കണ്ട് ശീലിച്ചിട്ടുള്ള നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ളതായിരിക്കരുത്, ഒരു പുതിയതായിരിക്കണം. നമ്മൾ അത്രയും മലയാളത്തിൽ കണ്ടിട്ടില്ലാത്തൊരു മേക്കിംഗ് ഒക്കെ ഉള്ളതായിരിക്കണം. അപ്പൊ അതിന് കുറെ സമയം എടുത്ത്, ഏകദേശം ഒരു 100-200ഓളം ദിവസം എടുത്താണ് അത് ഷൂട്ട് ചെയ്തത്. അതില് പക്ഷെ ഈ പറഞ്ഞ പോലീസുകാരനാണ്. അതിനു വേണ്ടി ഞാൻ കുറച്ച് ജീവിതത്തിൽ ആദ്യമായി സദ്യകൾ വേണ്ടാന്ന് വെച്ചു. ഓണം ഷൂട്ട് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. അല്ല, അടുത്ത ഷെഡ്യൂൾ ഉണ്ടോ? ഇല്ല, അത് ഷൂട്ട് കംപ്ലീറ്റ് ആയി. അതൊരു ഒക്ടോബർ നവംബർ ഒക്കെ റിലീസ് പ്ലാൻ ചെയ്യുന്നു.